സാക്ഷാൽ ഈശ്വരൻ. ഇനി ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതവും കൂടെ പറഞ്ഞോട്ടെ ഞാൻ, എല്ലാവരും ചിന്തിക്കാൻ വേണ്ടി. പുട്ടപ്പർത്തിയിൽ സായിബാബ മരിച്ചു. അദ്ദേഹത്തിന്റെ മഹത്വത്തെ ഞാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല. അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തെയാണ് ഞാൻ മഹത്വം എന്ന് പറയുന്നത്. വ്യക്തിപരമായി അദ്ദേഹം പച്ചയായ ഒരു മനുഷ്യനാണ്, ഒരു ദിവ്യത്വമില്ലാത്ത പച്ചയായ ഒരു മനുഷ്യൻ. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട, അതായിരുന്നു സത്യം. ആ സത്യം അംഗീകരിക്കാത്തവർക്ക് വേറൊന്നായി കാണാം, എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ പറയുന്നത് അദ്ദേഹം പച്ചയായ ഒരു മനുഷ്യൻ അല്ലെ. ആ പച്ചയായ മനുഷ്യന്റെ കിഡ്നി വീക്കായി. അദ്ദേഹം അറിഞ്ഞോ? ഇത് ഞാൻ പറയുന്നല്ല, അദ്ദേഹത്തെ വിദഗ്ധമായി പരിശോധിച്ച ഡോക്ടർമാർ പറയട്ടെ. നെറ്റിൽ കയറി നോക്കൂ, നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽ നോക്കൂ. അദ്ദേഹത്തിന്റെ 130 ഗ്രാം ഭാരമുള്ള കിഡ്നി അത് പൂർണ്ണമായി നിശ്ചലമായിട്ട് പോലും അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശ്വാസകോശം, അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾ ഡൗണായി നിലത്ത് വീണപ്പോ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ഡോക്ടർമാർ പറയുന്ന ആന്തരിക അവയവങ്ങളൊക്കെ പോയി, അടിച്ചുപോയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, സ്വന്തം ശരീരത്തിൽ സ്വന്തം വയറിന്റെ ഉള്ളിൽ 130 ഗ്രാം ഭാരമുള്ള കിഡ്നിക്ക് കേടുപാട് പോലും പറ്റുന്നതറിയാത്ത ഒരു പച്ച മനുഷ്യനെ ദൈവമായി ആരാധിക്കുന്നതിന്റെ മതവും ബോധവും എന്താണ്? അതെല്ലാവരും ആലോചിക്കണം. ഞാൻ 96-ാമത്തെ വയസ്സിലേ മരിക്കും എന്ന് 80-ന് ശേഷം മരിച്ചു. ഞാൻ ചോദിക്കുന്നു എന്താണ്? ഇനി ആ ആരാധന അവസാനിച്ചല്ലോ. ഇനിതാ അമൃതാനന്ദമയുടെ 60-ാം വാർഷികമാണ്. അവര് മരിക്കില്ലേ? അവർ മരിക്കില്ലേ? 11 മക്കളിൽ 5-ാമതായി ജനിച്ച ഈ സുധാമണി മരിക്കില്ലേ? മരിക്കും. അവർ മരിച്ചാലോ? നേരെ മറിച്ച് ഇസ്ലാമിനെ നിങ്ങൾ ചിന്തിക്കൂ. ആദിമ മനുഷ്യനായ ആദാം ഏതൊരു ദൈവത്തെയാണോ വിളിച്ചത്, ആ ദൈവത്തെയാണ് നോഹ പ്രവാചകൻ വിളിച്ചത്. ആ നോഹ പ്രവാചകൻ 950 വർഷം ആരാധിച്ച ദൈവത്തെയാണ് അടുത്ത പ്രവാചകൻ ആരാധിച്ചത്. മുഹമ്മദ് നബി വരെയുള്ള സകല പ്രവാചകന്മാരും ആ ഒരൊറ്റ ദൈവത്തെ, ഞങ്ങളും അതെ, ഇനി ലോകം അവസാനിക്കുന്നത് വരെ അതെ. ഞാൻ ഈ പ്രഭാഷണം കഴിഞ്ഞ് ഇവിടുന്ന് പോയാൽ എന്റെ ഫോണിലൊരു മെസ്സേജ് വരുമോ, നിങ്ങൾ പരിചയപ്പെടുത്തി അല്ലാഹു ഇന്ന് 8:30 അറ്റാക്ക് വന്ന് മരിച്ചു. അങ്ങനെ അവസ്ഥ ഉണ്ടാവോ? നൗദുബില്ല. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവത്തിന് മരണമില്ല എങ്കിൽ പറയൂ, ആരെയാണ് ആരാധിക്കേണ്ടത്? മരണമില്ലാത്ത, എല്ലാം അറിയുന്ന, സ്വന്തം ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയ പോലും അറിയാത്ത ആളുകളെ മനുഷ്യർ ആരാധിക്കുന്നു. ജനങ്ങളെ, ഓച്ചിറയിലെ എന്റെ പ്രിയപ്പെട്ട മനുഷ്യ സഹോദരങ്ങളെ, ആദമിന്റെ മക്കളെ, നിങ്ങൾ ഓർക്ക് ആരെയാണ് നാം തെരഞ്ഞെടുക്കേണ്ടത്? ഖുർആൻ ദൈവത്തെ പറ്റി പരിചയപ്പെടുത്തുന്ന ഒരു രംഗം നോക്കൂ. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. വല്ലാത്തൊരു വാക്കാണത്. എന്താ അതിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? അവലംബങ്ങളില്ലാതെ. ഖുർആനിലെ 31-ാം അധ്യായം 10-11 വാചകങ്ങളാണ്. അവലംബങ്ങളില്ലാതെ ആകാശത്തെ നാട്ടി നിർത്തിയവൻ ഈശ്വരൻ. പുറംപറയാണ് അല്ലാഹ്. പർവ്വതങ്ങൾ നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ ആണികളാക്കിയവൻ അല്ലാഹ്. കണ്ടോ? എന്ത്? പർവ്വതങ്ങൾ ഉണ്ടാക്കിയതാരാ? പ്രപഞ്ചത്തിന്റെ നാഥൻ. അല്ലാതെ പർവ്വതം ഉണ്ടായതിനു ശേഷം പർവ്വതത്തിന്റെ ചുവട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മകനായി ജനിച്ചവൻ പർവ്വതങ്ങളുടെ ദൈവം എന്ന് പറയുന്ന വിഡ്ഢിത്തം ഇസ്ലാമിനില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ചിങ്ങമാസത്തിൽ അർദ്ധരാത്രിയിലാണ് ദേവകിയുടെ 8-ാമത്തെ പുത്രനായി ശ്രീകരൻ ജനിക്കുന്നത്. ഒരു തിങ്കളാഴ്ചയിലാണ് ആമിന ബീവിയുടെ മകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. കന്യാമറിയമിന്റെ പുത്രനായി ഇതുപോലെ ഒരു രാത്രിയുടെ അവസാന ഘട്ടത്തിലാണ് യേശുക്രിസ്തു ജനിക്കുന്നത്. അവരൊക്കെ ജനിച്ചവരാണ്, സൃഷ്ടാവല്ല, സൃഷ്ടികളാണ്. അംബാത്തുൽ മരിച്ചു പോകുന്നവരാണ്, ജീവിച്ചിരിക്കുന്നവരല്ല. അങ്ങനെ ഒരുപാടാണ് അല്ലേ? യേശുക്രിസ്തു നാളെ ദൈവത്തിന്റെ വിധിപ്രകാരം ഭൂമിയിൽ വരും, ഭരിക്കും എന്ന് ഇസ്ലാം മാനവതയെ പഠിപ്പിച്ചു. അദ്ദേഹം അല്ലാഹുവിന്റെ അടിമയാണ്, പ്രവാചകനാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇസ്ലാം വളരെ കൃത്യമായി ഈ വിഷയം മാനവതയെ അറിയിച്ചു. 2, ആരാ നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരുന്നത്? അവനാണ് അല്ലാഹ്. എന്നിട്ട് ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഫഅറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. സാക്ഷാൽ ദൈവമായ എനിക്ക് നിങ്ങൾ കാണിച്ചു തരൂ. സൂര്യനെ സൃഷ്ടിച്ച മറ്റൊരാളെ, ചന്ദ്രനെ സംവിധാനിച്ചതിൽ പങ്കുള്ള മറ്റൊരാളെ ഇല്ല 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 എങ്കിൽ സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്ന, സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ലോകത്തിന്റെ നാഥനേതോ അവനെയാണ് സാക്ഷാൽ ദൈവമായി മാനവകുലം അംഗീകരിക്കുന്നത്. ഇതാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ സലഫി പ്രസ്ഥാനത്തിന് പറയാറ്. ജീവിതത്തിൽ ഒരിക്കലും സൃഷ്ടികളെ ആരാധിക്കരുത്, വിളിക്കരുത് എന്ന കൃത്യമായ ബോധം. എവിടെ പെട്ടാലും, കടലിന്റെ ആന്തരികതയിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യൂനുസ് നബി വിളിച്ചത് മലക്കിനെയല്ല, ജിന്നിനെയല്ല, ലോകത്തിന്റെ സൃഷ്ടാവിനെയാണ്. അനവധി യുദ്ധങ്ങളിൽ മലക്കുകൾ ഇടപെട്ടു, യുദ്ധം ചെയ്തു.
ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രവാചകനും അനുയായികളും മലക്കുകളെ വിളിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. അവര് ഹാദിറായാലും അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചത് അതാണ്. ഇസ്ലാമിന്റെ വിശ്വാസം അതാണ്. ഇസ്ലാം പ്രാർത്ഥന ദൈവത്തോട് മാത്രം. ഒരാൾ ഒറ്റപ്പെട്ടു സഹാറ മരുഭൂമിയിൽ, പിടിച്ചം കിട്ടാത്ത ലോകത്താത്ത ദൂരത്തെ മരുഭൂമിയിൽ മണത്തിട്ടയിൽ ഒരാൾ പെട്ടു. അയാൾ വിളിക്കുന്നു ലോകത്തിന്റെ നാഥനെ. ഇസ്ലാമിന്റെ വിശ്വാസം അതാണ്. അയാൾക്ക് സങ്കല്പങ്ങളില്ല, ഇവിടെ ഉണ്ടാവാം, ഇവിടെ ഉണ്ടായേക്കാം. അയാൾ വിളിക്കുന്നു ഉണ്ടായാലും ഇല്ലെങ്കിലും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾ വിളിക്കുന്നു ലോകത്തിന്റെ നാഥനെ. എല്ലാം അറിയുന്ന, മരുഭൂമി സൃഷ്ടിച്ച, മരുഭൂമിയെ സംവിധാനിച്ച, അതിൽ മണൽത്തരികളെ സംവിധാനിച്ച ആ ലോകത്തിന്റെ നാഥനെ തന്റെ അടിമയെ അറിയാം. ആ അടിമ ഉടമയോട് അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അവന്റെ അടിമക്ക് അവന്റെ നാഥൻ പോരെ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹ് പോരെ എന്ന ചോദ്യം ഇസ്ലാമിൽ വളരെ പ്രസക്തമാണ്. ചതിയില്ല.